യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. നമ്മൾ ഏത് ട്യൂറിംഗ് മെഷീനെ ആണോ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു കോപ്പി ആര് ക്രിയേറ്റ് ചെയ്യും? യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ട്യൂറിംഗ് മെഷീൻ എൻകോഡ് ചെയ്യണം, പിന്നെന്താണ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ട്യൂറിംഗ് മെഷീൻ എൻകോഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ട്യൂറിംഗ് മെഷീന്റെ ഡെഫിനിഷൻ ആണ്. അതായത് എം എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീൻ 7 ട്യൂപ്പിൾസ് ആണ്. എന്തൊക്കെയാ ഉള്ളത്? സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, പിന്നെ ആൽഫബറ്റ്സ് ഉണ്ട്, ട്രാൻസിഷൻസ് ഉണ്ട്, ബ്ലാങ്ക് സിമ്പിൾ ഉണ്ട്, ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനെ എൻകോഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് Q1 to Q3 3 സ്റ്റേറ്റ്സ് ഉണ്ട്. Q1, Q2, Q3 എന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ Q1 നമ്മൾ 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും, Q2 ആണെങ്കിൽ 2 1 ഉപയോഗിക്കും, Q3 ആണെങ്കിൽ 3 1 ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടേപ്പിലുള്ള ആൽഫബറ്റ്സ് A B C അല്ലെങ്കിൽ A1 A2 A3 ആണെങ്കിൽ അവരെയും നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വൺസിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. A1 ആണെങ്കിൽ 1, A2 ആണെങ്കിൽ 1 1. അതുപോലെ തന്നെ പിന്നെന്താണ് ട്യൂറിംഗ് മെഷീനിൽ വരുന്ന ഡയറക്ഷൻ, ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ് ചെയ്യണം എന്ന കാര്യം, അതും എങ്ങനെ തന്നെയാ? നമ്മൾ 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ലെഫ്റ്റ് ആണെങ്കിൽ ഒരു 1, റൈറ്റ് ആണെങ്കിൽ 2 1. പിന്നെ 0 യൂസ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റർ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ട്രാൻസിഷൻ ഓഫ് Q1 A1 ഈക്വൽ ടു, അതായത് Q1 എന്ന സ്റ്റേറ്റിൽ ഇരുന്ന് A1 എന്ന ആൽഫബറ്റ് കണ്ടാൽ എങ്ങോട്ടാ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത്? Q2 എന്ന സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. A1 നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? A2 എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യണം, ലെഫ്റ്റിലോട്ട് പോകണം. അപ്പൊ അതിന്റെ എൻകോഡഡ് ഫോം എഴുതുന്നത് എന്താന്ന് വെച്ചാൽ, Q1 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്, പിന്നെ A1 റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? 1 വെച്ചിട്ടാണ്. ഇവിടെ ഒരു കോമ വരുന്നുണ്ടല്ലോ, ഈ കോമയ്ക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെപ്പറേറ്റർ 0 യൂസ് ചെയ്യുന്നത്. 0 ഈസ് യൂസ്ഡ് ആസ് എ സെപ്പറേറ്റർ എന്നുണ്ട്. ഇപ്പൊ Q1 നമ്മൾ 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും, A1 നമ്മൾ 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും. അവരുടെ ഇടയിൽ വരുന്ന കോമയെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്തു? 0 വെച്ച് റെപ്രസെന്റ് ചെയ്തു. നെക്സ്റ്റ് ഈക്വൽ ടു, ഈ ഈക്വൽ ടുവിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു? 0 യൂസ് ചെയ്തു. ഇനി Q1 1 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ Q2 എന്ത് വെച്ചിട്ടായിരിക്കും? 2 1 വെച്ചിട്ടായിരിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്ന 2 1. ഈ കോമയ്ക്ക് പകരം ഇവിടെ 0 യൂസ് ചെയ്തു. ഇനി A2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 1. അതാണ് ഈ 1 1. പിന്നെ കോമ വന്നു 0, പിന്നെ L, ലെഫ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ സിംഗിൾ 1 ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇതാണ്. അപ്പൊ ഇങ്ങനൊരു ട്രാൻസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ട്യൂറിംഗ് മെഷീൻ, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ആദ്യം അതിന് എന്ത് ചെയ്യും? ഒരു ബൈനറി ഫോമിൽ എൻകോഡ് ചെയ്യും. ബൈനറി ഫോം അല്ലെങ്കിലും ബൈനറി ഫോം എന്നല്ല, ഒരു 1 0 എന്ന ഫോമിൽ എൻകോഡ് ചെയ്യും. അപ്പോഴാണ് അതിന് പ്രോസസ് ചെയ്യാൻ ഈസി. ഇതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ URL ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അപ്പം പ്രത്യേക